ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളും അടുത്ത അടിപൊളി പ്ലേറ്റ്സും ഡ്രസ്സസും ഓർണമെൻറ്റ്സും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ യാറുവിൻ്റെ കുറച്ച് കുരുത്തക്കേടും ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വെള്ളിയാഴ്ച ഒന്ന് കുട്ടികളെ പുറത്ത് കൊണ്ടുപോയതാണ്. അപ്പോൾ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പ് ഉണ്ട്. അപ്പം അവിടുത്തെ പ്ലേറ്റ്സ് എല്ലാം ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ച്. നല്ല അടിപൊളി ജഗ്ഗും കുറേ സെറാമിക് പ്ലേറ്റ്സിൻ്റെ കളക്ഷൻസും എല്ലാം കാണാം. പക്ഷേ അറബികളായിരിക്കും കേട്ടോ ഇവിടുത്തെ മെയിനായിട്ടുള്ള കസ്റ്റമേഴ്സ്. മലയാളികളാരും തന്നെ ഇവിടുന്ന് അങ്ങനെ വാങ്ങുന്നുണ്ടാവില്ല. കാര്യം നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. പിന്നെ കാണാൻ നല്ല രസമുണ്ടാവും. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് പ്ലേറ്റെല്ലാം കണ്ട് ആസ്വദിക്കാം കേട്ടോ. നല്ല ഡിസൈൻസും വെറൈറ്റിയും എല്ലാം ഉണ്ട്. പിന്നെ വലിയ ഹോട്ടലിൽ സേവിങ്സിന് ഉള്ള വലിയ വലിയ പ്ലേറ്റ്സ് ഇതെല്ലാം റൈസസ് സെർവ് ചെയ്യുന്നതാണ്. അതിൽ ഡിപ്പിങ്സും അതിൻ്റെ കൂടെ തന്നെ വരുന്ന സ്റ്റാൻഡ് ടൈപ്പ് പാത്രങ്ങളാണ്. പിന്നെ ഇതാ നല്ല വൈറ്റ് സെറാമിക്കിൻ്റെ പ്ലേറ്റും എല്ലാം കാണാം. അതുപോലെ തന്നെ ഇവർ നല്ല അടിപൊളിയിൽ ടേബിളിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സിറ്റി സെൻറ്ററിലെല്ലാം വന്നു പോകുന്നവർ ഇങ്ങനെ പ്ലേറ്റെല്ലാം കണ്ട് ആസ്വദിച്ച് പോവാം കേട്ടോ. വാങ്ങുന്നില്ല എന്നുള്ള പേരിൽ കയറാണ്ട് നിൽക്കേണ്ട, ഒന്ന് കയറിയെല്ലാം കണ്ട് ആസ്വദിക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറബികളാണ് ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സായിട്ട് വരുന്നത്. പിന്നെ ഇതാ കുറേ ഡെക്കർ ഐറ്റംസും അതുപോലെ തന്നെ അടിപൊളി ഡ്രസ്സസ് എല്ലാം ഉണ്ട്. ഫാഷൻ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സ് പോലത്തെ അടിപൊളി ഡ്രസ്സാണ് എല്ലാം. നല്ല കോസ്റ്റ്ലിയുമാണ് കേട്ടോ. പിന്നെ ഇവിടെ മെയിനായിട്ട് അറബികളെല്ലാം അബായാസാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരെല്ലാം വാങ്ങുന്ന ഡ്രസ്സായിരിക്കും. എല്ലാം കുറച്ച് മോഡേൺ വെയർസാണ് കേട്ടോ. നല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയലായിരിക്കും. പിന്നെ ഇതാ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ മോളെല്ലാം പോലെ തന്നെ കാണാനുള്ളത്. വീഡിയോനേക്കാളും കുറച്ചും കൂടെ കാണാൻ നല്ല രസം നേരിട്ടാണ്. പിന്നെ ഇതാ ഓരോ പെർഫ്യൂം ഷോപ്പും അതുപോലെ തന്നെ അബായ ഷോപ്പും എല്ലാം ഉണ്ട്. പിന്നെ ഇതാ കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പ് തന്നെയാണ് ഉള്ളത്, മോഡേൺ വെയേഴ്സിൻ്റെ. പിന്നെ മേക്കപ്പിൻ്റെ ഷോപ്പ് കണ്ട സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. പക്ഷേ നല്ല യാറുവിനെയും കൊണ്ട് കയറിയതുകൊണ്ട് നല്ല പണി കിട്ടിയിട്ടാണ്. അവർ ട്രയലിന് വെച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനെല്ലാം വാരി യാറ് മുഖത്തിട്ടിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ തന്നെ തുടച്ചു കൊടുത്തതാണ്. പിന്നെ ഇതാ ഇക്കാക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഓളെ ബാക്കിൽ നിന്ന് ഇത് മായ്ക്കാൻ വേണ്ടി നടക്കൽ തന്നെയായി പിന്നെ പണി. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേഗം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇതാ 3ാമത്തെ പ്രാവശ്യമാണ് അവൾ ഫുള്ള് വാരി തേച്ചിട്ടുള്ളത്. ജയ്യൂനും യാറുവിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കടകളിൽ അവരെയൊന്നും കൂട്ടിയിട്ട് പോകാൻ പറ്റില്ല ജയ്യു. പിന്നെ വീഡിയോയിൽ അവളെ കിട്ടിയിട്ടില്ല. ഫുള്ളാണ്ടിലെ ട്രയൽ ഐറ്റംസ് എല്ലാം മുഖത്ത് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ യാറുവിനെയും കൂട്ടിയിട്ട് വന്നാലില്ല പരിപാടി നമുക്കൊന്നും നടക്കൂല, കാര്യമൊന്നും നടക്കൂല. ഓളെ ബാക്കിൽ ഓടാനേ സമയം ഉണ്ടാവും. അപ്പോൾ ഇതാ ഇവിടെ ഓഫേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഐലൈനർ ഒന്ന് നോക്കിയതാണ്. പക്ഷെ ഓഫറാണെങ്കിലും നല്ല പ്രൈസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. പക്ഷെ എല്ലാം കാണാനും നല്ല രസമല്ലേ. ഗേൾസിന് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ല ഇഷ്ടമായിരിക്കുമല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്.